ഇന്ന് നമ്മൾ മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആദി, ഒരു പ്രയാസം ഇല്ലാത്തവരുണ്ടാകില്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് ആ ചെറിയൊരു ആദി ഉണ്ടാകേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് നമ്മുടെ കൺട്രോളിനും അപ്പുറത്തായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അത് അനാവശ്യമായിട്ടുള്ള ഒരു ആദി, ഒരു ടെൻഷൻ, ഉത്കണ്ഠ ഒക്കെ ആയി മാറുന്നത്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളത് ആ കാര്യം ചിന്തിച്ചിട്ട് നമ്മുടെ ഒരു ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് സമയം കളയേണ്ട കാര്യമോ നമ്മുടെ ശരീരത്തിനെതിരായി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മളിൽ ഒരു ഭയം ജനിക്കുമ്പോൾ ആ ഭയം തന്നെ ഒരു നമുക്കെതിരായി പ്രവർത്തിക്കുകയാണ് ചെയ്യണേ. നമ്മൾ തന്നെ നമ്മിൽ ഒരു വിഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് പണ്ടേ മുതലേ നമ്മുടെ ജീനുകളിലുള്ളതാണ്. ഇങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ, അതല്ലെങ്കിൽ പണ്ടൊക്കെ അവർ കാട്ടിലല്ലായിരുന്നേ, അപ്പോൾ എപ്പോഴും ഒരു ജാഗ്രതയായിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു ഫൈറ്റോ അല്ലെങ്കിൽ മരണമോ ഒക്കെ പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് പണ്ടേ മുതലേ മനുഷ്യൻ ജനിച്ചിരുന്നത്. അപ്പം അതിൻ്റെ ആ ജീനിലൂടെ കടന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ടെൻഷൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയധികം ടെൻഷൻ പിടിക്കേണ്ട ഒരു സാഹചര്യമൊന്നും നമ്മുടെ നാട്ടിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മിൽ ആദി ഉണ്ടാകുന്നു, അത് വ്യാധിയായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ കാലത്തൊക്കെ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ചെറിയ ചെറിയ ഉരസലുകളാണ് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തതാണ് ശരി, മറ്റുള്ള മനുഷ്യർ നമ്മളോട് തെറ്റ് ചെയ്യുന്നു എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയുകയാണ് ചെയ്യേണ്ടത്. അതായത് ആ ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ, നമ്മളെ വിഷമപ്പെടുത്തിയ ഒരു വ്യക്തി നമ്മുടെ ചിന്തയിൽ വരുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഞാൻ നിങ്ങളോട് സോറി പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ആ വ്യക്തിനെ വിളിച്ച് പറയേണ്ട ആവശ്യം അങ്ങനെ വരുന്നില്ല. ചിലപ്പോൾ ആ വ്യക്തി നമ്മളെ വിഷമിപ്പിച്ച കാര്യമൊക്കെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിനാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 വരി നമ്മൾ ഇടയ്ക്ക് പറയേണ്ടത്. ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ അത് നമ്മൾ തെറ്റായത് കൊണ്ടല്ല നമ്മളത് അങ്ങനെ പറയുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിനെ, പ്രത്യേകിച്ച് ഉപബോധ മനസ്സിനെ, വികാരങ്ങളാണ് അത് കണക്കിലെടുക്കുന്നത്. അപ്പോൾ മുറിവേൽപ്പിക്കപ്പെടുന്ന ഈ മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് തന്നെ പറയേണ്ട ചില വാക്കുകളാണ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. കാരണം നമ്മൾ ഈ ലോകത്ത് ഒറ്റപ്പെട്ടല്ല ജീവിക്കേണ്ടത്. ഈ ലോകം മുഴുവനും ഒന്നാണ്. ഈ ലോകത്തിലുള്ള ആളുകളുടെ ഉള്ളിലൊക്കെയുള്ള ചൈതന്യം ഒന്നാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുക, നമ്മൾ സ്വയം ആശ്വസിക്കുക. പിന്നെ മറ്റുള്ള ആള് അപ്പോൾ നമ്മുടെ അയാളോടുള്ള ആ പെരുമാറ്റം, അതിൽ മാറ്റം വരികയാണ്. ആകെ കൂടി മാറ്റാവുന്നത് നമ്മളെ തന്നെയാണ്. നമുക്ക് ആകെ കൂടി മാറ്റാവുന്നത് നമ്മളെ തന്നെയാണ്. അല്ലാതെ വേറൊരാളിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. മറ്റൊരാളെ പഠിപ്പിക്കാനോ വേറൊരാളെ മാറ്റാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളുമായിട്ട്, നമ്മുടെ കൂട്ടുകാരായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം. പിന്നെ ഒരു 5 മിനിറ്റ് നേരമോ 10 മിനിറ്റ് നേരമോ അങ്ങനെ സൂര്യപ്രകാശം ഏൽക്കുക,
പുറത്തേക്ക് ഇറങ്ങി നടക്കുക, ഒരു പുസ്തകം വായിക്കുക. ഒരു പുസ്തകം മുഴുവൻ വായിക്കണം എന്നില്ല, അതിലെ ഒരു 5-6 സെൻറ്റൻസുകൾ വായിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, സ്വയം പാചകം ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും എക്സർസൈസ് നന്നായിട്ട് സഹായിക്കും. പിന്നെ എല്ലാ ദിവസവും യോഗർട്ട് അഥവാ പുളിയില്ലാത്ത തൈര് 1 കപ്പ് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ വയറിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ആ വയറിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചാലാണ് ആ ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ആ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡാക്കി മാറ്റണം. എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് ജീവിതത്തിൽ. ആ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുക. നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക, നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കുക, നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അപ്പം നമ്മുടെ ജീവിതം മാറി മറിയും. കുറച്ച് ടിപ്സാണ് മാനസികാരോഗ്യത്തിന് പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ടിപ്സ് പറയാം. താങ്ക് യു.